എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മമ്മൂക്കയും ലാലേട്ടനും ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ നയൻതാരയും കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്കയും നയൻതാരയും വീണ്ടും വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നത്. 2016 പുറത്തിറങ്ങിയ പുതിയ നിയമത്തിലാണ് ഇരുവരും അവസാനമായി ഒന്നിച്ചത്. മലയാളത്തിലെ ഏറ്റവും ചിലവേറിയ സിനിമകളിലൊന്നായ ഈ ഒരു സിനിമയുടെ 5ാമത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത്. മമ്മൂക്കയും ലാലേട്ടനും 18 വർഷങ്ങൾക്ക് ശേഷം ഒരുമിക്കുന്ന ഈ ഒരു വൻപൻ സിനിമയിൽ കണ്ണഞ്ചിപ്പിക്കുന്ന താരനിരയാണ് അണിനിരക്കുന്നത്. സിനിമയുടെ 2 ഷെഡ്യൂൾ ശ്രീലങ്കയിലും 1 ഷെഡ്യൂൾ UK-യിലും 1 ഷെഡ്യൂൾ അസർബൈജാനിലും പൂർത്തീകരിച്ചിട്ടുണ്ട്. 5ാം ഷെഡ്യൂൾ കൊച്ചിയിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. എന്തായാലും കൂടുതൽ ചിത്രങ്ങളുടെ അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 35,000 സബ്സ്ക്രൈബേഴ്സ് തികയുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ലാലേട്ടനും തരുൺ മൂർത്തിയും എന്നിവർ ആദ്യമായി ഒന്നിക്കുന്ന തുടരുമെന്ന സിനിമയുടെ OTT ഡീല് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. OTT പ്ലാറ്റ്ഫോമായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് തുടരുമെന്ന സിനിമയുടെ OTT സ്വന്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ആണ്. ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് 20 കോടി രൂപക്കെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം ഈ കഴിഞ്ഞുപോയ ജനുവരി 30 ചിത്രം തിയേറ്ററുകളിൽ റിലീസ് ചെയ്യാൻ ഇരുന്നതാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് മെയ് മാസത്തിലാണ്. നിലവിൽ ലാലേട്ടൻ ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് ചിത്രത്തിന്റെ തിരക്കിലാണ്. മലയാള സിനിമാ പ്രേമികൾ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണല്ലോ മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രത്തിന് വേണ്ടി. ഈ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ഗെയിം ത്രില്ലർ ചിത്രമായ ബസൂക്ക എന്ന ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രത്തിന്റെ റിലീസ് തീയതിയൊക്കെ പുറത്തു വന്നത്. ഏപ്രിൽ 10 ചിത്രം തിയേറ്ററുകളിലെത്തുമ്പോൾ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ടെർബോക്ക് ശേഷം മമ്മൂക്കയുടെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ റിലീസിനൊരുങ്ങുന്ന ചിത്രമായിട്ട് ബസൂക്ക മാറാൻ ഒരുങ്ങുന്നു. ഇപ്പോൾ തന്നെ 350 തിയേറ്ററുകൾ ലോക്ക് ചെയ്തെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബസൂക്കയുടെ ഫൈനൽ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകാതെ തന്നെ ചിത്രത്തിന്റെ ഗ്രാൻഡായ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങുന്നതാണ്. ചിത്രത്തിന്റെ ഓവർസീസ് വിതരണാവകാശം സ്വന്തമാക്കിയിരിക്കുന്ന ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് വൻ റിലീസാണ് ചിത്രത്തിന് ഓവർസീസിൽ ഒരുക്കാൻ ഒരുങ്ങുന്നത്. മലയാള സിനിമയിൽ റിലീസ് ചെയ്യപ്പെട്ട ചിത്രങ്ങളിലെ ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഒരു വടക്കം വീരഗാഥ. റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയത് ലാലേട്ടന്റെ 2 ചിത്രങ്ങളാണ്. തിയേറ്ററുകളിൽ ആദ്യം റിലീസ് ചെയ്തപ്പോൾ പരാജയമണിഞ്ഞ ലാലേട്ടൻ ചിത്രമായ ദേവദൂതനാണ് ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ മലയാള ചിത്രം. ഒരു വടക്കം വീരകഥ എന്ന സിനിമയുടെ 5ാം ദിവസമായ ഇന്നലെയും ചിത്രത്തിന് മികച്ചൊരു ബുക്കിംഗ് കാണാൻ സാധിച്ചു. ഒരു വർക്കിംഗ് ഡേയിലും മികച്ചൊരു ബുക്കിംഗ് ആണ് ചിത്രത്തിന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വടക്കം വീരഗാഥയുടെ 5ാം ദിവസമായ ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 8 ലക്ഷത്തിന് മുകളിൽ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇതോടെ ചിത്രം 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ 68 ലക്ഷത്തിന് മുകളിലാണ് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വരുന്ന മാർച്ച് 27-നാണല്ലോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഡ്ജറ്റിലെത്തുന്ന ഏകദേശം 250 കോടി ബഡ്ജറ്റിലെത്തുന്ന എമ്പുരാൻ എന്ന ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ചിത്രം തിയേറ്ററുകളിൽ ആഗോളതലത്തിൽ എത്തുന്നത്. ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇപ്പോൾ ഓരോ ദിവസവും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒഫീഷ്യൽ പോസ്റ്ററൊക്കെ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ലാലേട്ടൻ ആരാധകർ വളരെ മികച്ചൊരു ഫാൻ ഷോ കൗണ്ടാണ് ചിത്രത്തിന് വേണ്ടി കേരളത്തിൽ ഒരുക്കുന്നത്. ഇതിനോടകം തന്നെ 150-ന് മുകളിലുള്ള ഫാൻ ഷോ ചാറ്റിംഗ് ആണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. ആദ്യ ദിവസം കേരളത്തിൽ മാത്രം ഏകദേശം 700-ന് മുകളിലുള്ള സ്ക്രീനുകളിൽ ചിത്രം എത്തുമെന്നാണ് അപ്ഡേറ്റുകൾ വരുന്നത്. ആദ്യ ദിവസം തന്നെ മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനുകൾ റെക്കോർഡുകൾ വെട്ടിക്കുമെന്ന് ഈ ഒരു ചിത്രം തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ അപ്ഡേറ്റുകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു അപ്ഡേറ്റ് വീഡിയോയിലൂടെ പറഞ്ഞ സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.